നമസ്കാരം. ഷിബിഡിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ ലേഖന ഭാഗത്തേക്ക് പോകാം. ഭാഷയുടെ അതിജീവനത്തിന് ഒരു ജനതയുടെ സഞ്ചാരം എന്ന ഒരു ലേഖന സമാഹാരത്തിലെ നമുക്ക് പഠിക്കേണ്ട ലേഖനം ഭാഷാ സാങ്കേതിക വിദ്യയ്ക്ക് ഒരു വികസന മാതൃക. പി ശ്രീകുമാർ എഴുതിയ ലേഖനമാണ്. ഭാഷയുടെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഭാഷയും ഭാഷാ സാങ്കേതിക വിദ്യ രണ്ടാണല്ലോ. അതുമായി ബന്ധപ്പെട്ട ഭാഷയുടെ എഴുത്ത് രൂപങ്ങളെയും മറ്റുമാണ് ഭാഷാ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഭാഷയുടെ സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് ഒരു മാതൃക ഇതിനകത്ത് അവതരിപ്പിക്കുകയാണ്. അപ്പൊ സർക്കാർ സംവിധാനങ്ങളിൽ ഇത് വേണ്ടത്ര പരിഷ്കരണങ്ങളോടെ ഈ ഒരു ഭാഷാ സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വ്യക്തമായ ഒരു വികസന മാതൃക ഇല്ലാത്തത് കൊണ്ട് മലയാള ഭാഷാ സാങ്കേതിക വിദ്യ വികസന മണ്ഡലം വലിയ ഗുണപരമല്ലാത്ത ഒന്നായിട്ട് നടക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഈ ലേഖനത്തിൽ പൊതുവായ ഭാഷാ സാങ്കേതിക വിദ്യ വികസന മാതൃകയുടെ അടിസ്ഥാനത്തിൽ മലയാള ഭാഷ സാങ്കേതിക വിദ്യ പ്രവർത്തനങ്ങളെ നമുക്ക് അവലോകനം ചെയ്യാം. ഒരു ഭാഷയിൽ ഭാഷാ സാങ്കേതിക വിദ്യ വികസിക്കുന്നതിനുള്ള മാർഗദർശനം എന്താണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ വ്യക്തമായ ആസൂത്രണങ്ങളില്ലാതെ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യയിൽ മലയാളത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒറ്റപ്പെട്ട സംരംഭകരെക്കാൾ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് മലയാള ഭാഷാ സാങ്കേതിക വിദ്യയെ വികസിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇന്നുവരെ നടന്നിട്ടുള്ള ഭാഷാ സാങ്കേതിക വിദ്യയുടെ വികസന പ്രവർത്തനങ്ങളെ നമുക്ക് ഈ ലേഖനത്തിലൂടെ അറിയാൻ സാധിക്കും. അതായത് ഭാഷാ സാങ്കേതിക വിദ്യ വികസനം എപ്പോഴും ആവശ്യമുള്ളത് ഭാഷ സമൂഹത്തിന് ആവശ്യമുള്ളതാണ്. അതായത് സമൂഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമുക്ക് ഭാഷയ്ക്ക് വികസനം തീരുമാനിക്കേണ്ടത്. സാങ്കേതിക വിദ്യ പ്രവർത്തനത്തിൽ 5 ഘട്ടങ്ങളുണ്ട്. 1, ഭാഷാ സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കണം. 2, അതിന്റെ മാതൃക തീരുമാനിക്കണം. 3, ഭാഷാ സാങ്കേതിക വിദ്യ വികസിപ്പിക്കണം. 4, അതിന്റെ ആ സാങ്കേതിക വിദ്യയ്ക്ക് നാം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ പരിശോധിക്കണം. പിന്നെ ഇതിനെ നമ്മൾ പ്രചരിപ്പിക്കുകയും വിതരണം ചെയ്യുകയും പരിശീലനം നടത്തുകയും വേണം. അപ്പൊ ഭാഷാ സാങ്കേതിക വിദ്യയുടെ ഇടത്താവളങ്ങളാണ് ഭാഷാ സാങ്കേതിക ഇടങ്ങൾ. ടെക്നോ ലിംഗ്വിസ്റ്റിക് സ്പേസുകളുണ്ട്. ആ സ്പേസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഏകഭാഷ ഇടങ്ങളാണോ ബഹുഭാഷ ഇടങ്ങളാണോ നമ്മളത് തിരിച്ചറിയണം. അപ്പൊ ഇതിനകത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ, മലയാളത്തിലെ സ്പെൽ ചെക്ക്, മലയാളം പറയുന്നത് ടൈപ്പ് ചെയ്യുന്ന വോയിസ് ടൈപ്പിംഗ്, ഇവയൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ ഭാഷാ വികസന നയം രൂപപ്പെടുന്നത്. 1, വിനിമയ ആവശ്യം. അതായത് പ്രാദേശിക ഭാഷകൾ എപ്പോഴും നമുക്ക് ആവശ്യം ഉള്ളത് വിനിമയത്തിനാണ്. അന്യോന്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ സാങ്കേതിക വിദ്യ ഉൽപ്പന്നങ്ങളും കൂടെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ ഭാഷാപരമായ ആവശ്യം എന്താണെന്ന് പറയുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ പ്രാപ്തി വളരെ കുറഞ്ഞിരുന്നാലും ഭാഷാപരമായ ആവശ്യം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഭാഷാശാസ്ത്രജ്ഞനായ ഡേവിഡ് ക്രിസ്റ്റൽ 6 നിർദ്ദേശങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഭാഷയിലെ ഭാഷാ സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അദ്ദേഹം പറയുന്നു. അപ്പൊ നമുക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയാണല്ലോ ഉള്ളത്. അപ്പൊ അതിന് പ്രാദേശിക ഭാഷകൾ നിലനിൽക്കുകയും വേണം. അതിനനുസരിച്ച് പ്രാദേശിക ഭാഷകളിലെ ഒരു വികസനം ഈ സാങ്കേതിക വിദ്യ മണ്ഡലത്തിൽ ഉണ്ടാവുകയും വേണം. അതിന് എവിടെയാണ് തങ്ങളുടെ ഭാഷയിലുള്ള വിവരം ആവശ്യമുള്ളത് എന്നുള്ള വിവരം ആരറിയണം? ഭാഷാ സാങ്കേതിക വിദ്യ പ്രവർത്തകർ അറിയണം. മാതൃഭാഷയിൽ തന്നെ വിവരങ്ങൾ അറിയാൻ കഴിയുക എന്നുള്ളത് ഏതൊരു പൗരന്റെ മൗലിക അവകാശമാണ്. ലോകത്തിലെ 96% ഭാഷകളും സംസാരിക്കുന്ന 4% ആൾക്കാർ മാത്രമാണ്. എന്നാൽ ലോകത്തിലെ കേവലം 8% ജനങ്ങൾ മാത്രം സംസാരിക്കുന്ന ഇംഗ്ലീഷിലാണ് ഇന്റർനെറ്റിലെ 45% വിവരങ്ങൾ. അപ്പൊ ഇംഗ്ലീഷിൽ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ച് അത് പ്രാദേശിക ഭാഷയിലാക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ അച്ചടി സാങ്കേതിക വിദ്യക്ക് നിരവധി പോരായ്മകൾ ഉണ്ടെങ്കിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലമാണ് ഇത്. ഇപ്പൊ കോളനിവൽക്കരണം, അച്ചടി മുതലാളിത്തം, ഇതൊക്കെ മലയാള പ്രാദേശിക ഭാഷകൾക്ക് ഒരു തിരിച്ചടിയായി വന്നിട്ടുണ്ട്. ഉള്ള ഭാഷകളിലൂടെ എങ്ങനെ ഈ പ്രാദേശിക ഭാഷകൾക്ക് വളർച്ച ഉണ്ടാക്കാം എന്നൊരു ചിന്തയുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഷാ സാങ്കേതിക വിദ്യ പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ട പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങൾ വിവരവിനിമയ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ബദൽ ശ്രമങ്ങളാണ്. അതിനെ എത്നിക് കമ്പ്യൂട്ടിംഗ് എന്നാണ് അറിയപ്പെടുക. ഇനി പ്രാദേശിക ഭാഷ സാങ്കേതിക വിദ്യയുടെ വികസനത്തിലൂടെ ആഗോള തലത്തിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആ ഭാഷയിൽ നിലവിലിരിക്കുന്ന
അറിവ് രൂപങ്ങളെ പറ്റിയും ആ ഭാഷകളിലൂടെ എങ്ങനെ അതിനെ മുന്നോട്ട് നയിക്കാമെന്നും ഭാഷാ സാങ്കേതിക വിദ്യ പ്രവർത്തകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. വിവരവിനിമയ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ശ്രമങ്ങളെ എത്നിക് കമ്പ്യൂട്ടിംഗ് എന്നാണ് അറിയപ്പെടുക. എന്നാൽ ഭാഷാ സാങ്കേതിക വിദ്യ ഗവേഷണ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞ് മാത്രമേ നമുക്ക് സാംസ്കാരിക കമ്പ്യൂട്ടിങ്ങിലേക്ക് കടക്കാൻ കഴിയൂ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുതൽ തുടങ്ങേണ്ട ബദൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് എത്നിക് കമ്പ്യൂട്ടിംഗ്. അപ്പൊ നിലവിലുള്ള ഭാഷാ സാങ്കേതിക വിദ്യ ഉൽപ്പന്നം വികസിപ്പിക്കുന്നതിനായി ഭാഷാ വിശദീകരണ മാതൃകകളെ സാങ്കേതിക വിദഗ്ധൻ മനസ്സിലാക്കണം. ഭാഷാശാസ്ത്രജ്ഞനും സാങ്കേതിക വിദ്യ വിദഗ്ധനും തമ്മിലുള്ള സത്യസന്ധതയും പരസ്പര ബഹുമാനവും വിജ്ഞാനീയമായ നിരക്ഷരതയുള്ള സഹിഷ്ണുത എന്നിവയൊക്കെ വേണ്ടെങ്കിൽ മാത്രമേ ഈ ഭാഷാശാസ്ത്രജ്ഞനും വേണം, അതോടൊപ്പം സാങ്കേതിക വിദ്യാ വിദഗ്ധനും വേണം. അങ്ങനെയാണ് ശരിക്കും ഇവരുടെ ചർച്ചയിൽ നിന്നാണ് ശരിക്കും ഒരു ഭാഷാ സാങ്കേതിക വിദ്യ മാതൃക രൂപപ്പെടുന്നത്. മലയാളം ഗ്രാമർ ചെക്ക് വികസിക്കുന്നതിനായി രചനാനന്തര വ്യാകരണ സിദ്ധാന്തം അനുസരിച്ച് ലെക്സിക്കൻ ഇൻസേർഷൻ നിയമമാണ് ഒരു ഭാഷാശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ചെന്ന് കരുതുക. അപ്പൊ അതിനുവേണ്ടി മലയാളത്തിലെ ഓരോ വാക്കുകളുടെയും കണ്ടന്റ് വിപുലപ്പെടുത്തുന്ന ഒരു ഡാറ്റാ ബേസ് വേണം. രാമൻ പശുവിനെ ഓടി എന്ന വാക്യം തെറ്റാണെന്ന് യന്ത്രത്തിന് മനസ്സിലാകണമെങ്കിൽ ഓടി എന്നത് അകർമ്മക്രിയയാണെന്ന് ഡാറ്റാ ബേസിലും അകർമ്മക്രിയകൾ സ്വീകരിക്കില്ലെന്ന് നിയമത്തിലും രേഖപ്പെടുത്തണം. അപ്പൊ ഇങ്ങനെ സാങ്കേതിക വിദ്യാപരമായി ഇത് സാധ്യമാണോ എന്ന് നാം പരിശോധിക്കണം. അപ്പൊ ഭാഷയെ നമ്മൾ എന്ത് ചെയ്യണം? മാനകീകരിക്കണം. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, ഭാഷാ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഭാഷയെ മാനകീകരിക്കണം. അപ്പം ഭാഷാ സമൂഹത്തിന്റെ ഔദ്യോഗിക അംഗീകാരത്തോടെ ഗുണപരമായി മാനകീകരിച്ച ഭാഷ ഉള്ളടക്കത്തെ മാത്രമേ ഭാഷാ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്താവൂ. ഭാഷയോട് നിരുപാധികമായ ഒരു പ്രതിബദ്ധത നമുക്ക് വേണം. ഒരു ഭാഷാ സാങ്കേതിക വിദ്യ ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായി. ഉപയോഗ ലാളിത്യം വേണം. ഒരു ഭാഷാ സാങ്കേതിക വിദ്യ ഉൽപ്പന്നം ലളിതമാണെങ്കിൽ മാത്രമേ ആ സമൂഹം അത് സ്വീകരിക്കൂ. ലളിതമല്ലെങ്കിൽ നമ്മൾ തന്നെ ആ സാങ്കേതിക വിദ്യയിൽ നിന്ന് അകന്ന് മാറി നിൽക്കും. അപ്പൊ ടൈപ്പിംഗ് വളരെ സങ്കീർണമായ ജോലിയായിരുന്നു. ഇപ്പോൾ വോയിസ് ടൈപ്പിംഗ് വന്നപ്പോൾ നമുക്കത് കുറെ കൂടെ എളുപ്പമായി. പിന്നെ ഭാഷയുടെ സത്ത എന്ന് പറഞ്ഞാൽ ആ ഭാഷയുടെ ഉള്ളിൽ തന്നെയുള്ള വൈവിധ്യമാണ്. അപ്പൊ ഭാഷാ സാങ്കേതിക വിദ്യ ഉൽപ്പന്നങ്ങൾ ഭാഷാ വൈവിധ്യത്തെയും പ്രായോഗികമായ മാനകീകരണത്തെ സമരസപ്പെടുത്തുന്നതായിരിക്കണം. സ്പാനിഷ് ഭാഷയുടെ 19 ഭാഷാ ഭേദങ്ങളുണ്ട്. അത് മൈക്രോസോഫ്റ്റ് XP വെർഷനിൽ ഉൾപ്പെടുത്തിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പൊ കേരള സംസ്ഥാന സർക്കാരിനായിട്ട് മലയാള പദ്ധതിയുടെ ഭാഗമായി മിഷൻ മലയാളം പദ്ധതിയുടെ ഭാഗമായിട്ട് മലയാള സോഫ്റ്റ്വെയറുകൾ CDT വികസിപ്പിച്ചപ്പോൾ നിള, കാവേരി, പെരിയാർ, പമ്പ എന്നീ പേരുകളാണ് സോഫ്റ്റ്വെയറുകൾ കിട്ടത്. അപ്പൊ നമ്മൾ പ്രചരിപ്പിക്കുന്ന ഭാഷാ സാങ്കേതിക വിദ്യ ഉൽപ്പന്നങ്ങൾ ഒരു ഭാഷാ സമൂഹത്തെ മുഴുവൻ അത് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഒരു പരിശീലനം നൽകുകയും വ്യാപിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു പ്രാദേശിക ഭാഷാ സമൂഹത്തെ ഭാഷാ സാങ്കേതിക വിദ്യ സമൂഹമായി ഗുണപരമായി പ്രവർത്തിപ്പിക്കുക എന്നാണ് സാങ്കേതിക വിദ്യയുടെ ധർമ്മം. അതിനൊരു കൂട്ടം വ്യക്തികൾ, അതായത് ഭാഷാ ശാസ്ത്രജ്ഞന്മാർ വേണം, സാങ്കേതിക വിദ്യ വിദഗ്ധർ വേണം. ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ള ഗ്രൂപ്പായിരിക്കണം ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കൂടെ നോട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ.